കണ്ണൂരിൽ മാത്രമല്ല കൊല്ലത്തും തൃശൂരും പാലക്കാട്ടും കോട്ടയത്തും വിവിധ സ്കൂളുകൾ ഈ ആശയം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. തന്റെ സിനിമ മുന്നോട്ട് വെച്ച ആശയം സ്വീകരിക്കപ്പെട്ടതിൽ അതീവ സന്തോഷത്തിലാണ് സംവിധായകൻ വിനേഷ് വിശ്വനാഥ്. കുട്ടികളെ വേർതിരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപന രീതി മാറേണ്ടതാണെന്ന് പറയുന്നു വിനേഷ്. ബെഞ്ച് സിസ്റ്റത്തിൽ മാത്രമല്ല അധ്യാപനത്തിലും മാറ്റം വരണമെന്ന് വിനേഷ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഇപ്പോൾ തിയേറ്ററിൽ നിന്നാലും നമുക്ക് നല്ല രീതിക്ക് ക്രിട്ടിക്കൽ റെസ്പോൺസും ഓഡിയൻസ് റെസ്പോൺസും കിട്ടിയിരുന്നു. പിന്നെ ഒരു ചെറിയ ചിത്രത്തിൻ്റേതായിട്ടുള്ള എല്ലാ പരിമിതികളിലാണ് നമ്മൾ റിലീസാക്കിയത്. തൊട്ടടുത്ത ആഴ്ച പുഷ്പാട്ട് പോലൊരു വമ്പൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും പറ്റിയില്ല. OTT റിലീസിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും അങ്ങനെ ക്ലൈമാക്സിൽ അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ അത് സിനിമ കണ്ടവർക്കറിയാം, ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയിൽ തോന്നുന്നൊരു കാര്യമാണ്. അതൊരിക്കലും പ്രാക്ടിക്കലി അപ്ലൈ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഇതുവരെ 8 സ്കൂളുകളായാലും ഒരെണ്ണം പഞ്ചാബിൽ നിന്നാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനമുണ്ട്. ഈ സിനിമ ചെയ്യാൻ തോന്നിയതല്ല. അന്ന് ഈ സിനിമ ചെയ്യാൻ തോന്നിച്ചതും ഇത്തരം കാരണങ്ങളൊന്നുമല്ല, ഒരു കഥ പറയണമെന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലും ഒരു CP ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കോർ ടീമിൻ്റെ ഞങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലൊരു അധ്യാപകൻ ഉണ്ടായിട്ടുണ്ട്, ഇതുപോലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജി ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം മറ്റൊന്നാണ്. വളരെ എൻ്റർടൈനിങ് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു വിഷയത്തെ മാത്രമല്ല സിനിമ അഡ്രസ് ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളാണ്. ടോക്സിക് അധ്യാപനം, അതേപോലെ തന്നെ ഈ എന്താ പറയുക ക്ലാസ് റൂം എൻ്റർടൈൻമെൻറ്റ് പോലെ ഈ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സിനിമ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂടെ ഒരു കൺവേ ഇപ്പം സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഒരു റൗണ്ട് ടേബിൾ, അതായത് ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നത് മാത്രമാണ്. അതെ 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 ശരിയാണ്. അത് ആക്ച്വലി ഞാനത് പറയണമെന്ന് വിചാരിച്ച വിഷയമാണ്. ആ സെമി സർക്കുലർ ഷേപ്പ് ബെഞ്ചിങ് സിസ്റ്റം പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നടപ്പിലാവേണ്ട ഒരു കാര്യവും കൂടിയാണ് ടോക്സിക് ആയിട്ടുള്ള അധ്യാപകരുടെ അവർ വർഷങ്ങളായിട്ട് പാലിച്ചു വരുന്ന രീതികളും കൂടി. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക, അവരെ ഒറ്റപ്പെടുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ തിരുത്തുക എന്നുള്ളതും ശരിക്കും നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ വന്നിരിക്കേണ്ട ഒരു ചേഞ്ചാണ്. പല വ്യത്യാസങ്ങളുടെ പേരിൽ, അവരടിച്ചേൽപ്പിക്കുന്ന വ്യത്യാസങ്ങളുടെ പേരിൽ വേർതിരിച്ച് കുട്ടികളെ പഠിപ്പിച്ച് പിന്തുടരുന്ന അധ്യാപന ശൈലി മാറ്റേണ്ടതാണ്. ഒരു 7ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ഒരു ഭൂമിയിൽ 13 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രതീക്ഷിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വയസ്സുകാരൻ്റെ പക്വതയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സോ അതൊന്നും വച്ച് പുലർത്തേണ്ട കാര്യങ്ങളല്ല, അതുകൂടി തിരുത്തണം എന്നാണ് നമ്മുടെ അതിയായ ആഗ്രഹം. അതുപോലെ ഇറങ്ങിയ സമയത്ത് അത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. തിയേറ്റർ റെസ്പോൺസ്, അക്സെപ്റ്റൻസ് അല്ല, തിയേറ്ററിൽ ആ റെസ്പോൺസ് ഉണ്ടായില്ല. പക്ഷേ സിനിമയുടെ ഉൾക്കാമ്പൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലത് ഗംഭീരമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഫേസ്ബുക്ക് സ്നിപ്പറ്റ്സിലൊക്കെ വരുമ്പോഴാണ് കുറേ കൂടെ ആളുകൾ ഇങ്ങനൊരു പടം അത് ഏതാണെന്നൊക്കെ തിരിച്ചറിയാനൊക്കെ ഉള്ളൊരു ശ്രമം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ OTT നല്ല രീതിയിൽ അത് റീച്ചിലേക്ക് ഇപ്പോൾ വരുമ്പോൾ എന്താ തോന്നുന്നത്? സിനിമയുടെ മികവിലൂടെ, അത് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നതിലൂടെ ഇങ്ങനെയൊരു സിനിമ ഉണ്ടെന്ന് അറിയുന്നത് മറ്റൊന്നാണ്. അത് ഈ സിനിമ ഉണ്ട്, നിങ്ങളിത് കണ്ടു നോക്കുക എന്ന് പറയുന്നത്, ഈ സിനിമ നല്ല സിനിമയാണ്, നിങ്ങളിത് കണ്ടു നോക്കുന്നതെന്ന് ഓഡിയൻസിലൂടെ കേൾക്കുന്നതിന് രണ്ട് തരത്തിലുള്ളൊരു ഹൈ ആണ് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എനിക്ക് തരുന്നത്. അപ്പോൾ പല കമൻറ്റ് സെക്ഷനും എടുത്ത് നോക്കുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ കാണുമ്പോൾ അത് എന്നെ അറിയാത്തവരാണ്, എൻ്റെ സിനിമയെ മാത്രം അറിയുന്നവരാണ്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ സിനിമ എത്തി നിൽക്കുന്നത് ഇതൊരു പാഷൻ പ്രോജക്റ്റായിട്ടാണ് ഞങ്ങളും പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിലെ ബഡ്ജറ്റിലെ പ്രൊഡക്ഷൻസും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ പാഷൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഹൈ നമുക്കുണ്ട്. ആ ഒരു അഭിമാനമുണ്ട്. പല സ്കൂളുകളും ഈ മോഡൽ സെമി സർക്കുലർ മോഡലിലേക്കൊക്കെ ഈ ബെഞ്ചുകളൊക്കെ വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാത്രമാണോ മാറുന്നത് ചോദിക്കുന്നില്ല, പക്ഷെ മാറുന്നതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ കൂടി ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ട് ഗുണങ്ങൾ. ഇപ്പോൾ പലരും അതിൻ്റെ കൺസേൺസ്, ഇപ്പോൾ ഒരു പുതിയൊരു സിസ്റ്റം അപ്ലൈ ആകുമ്പോൾ അതിനൊരു ട്രയൽ ആൻഡ് എറർ പീരീഡ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നല്ലതാണ്. അപ്പോൾ അതിൽ തുടങ്ങി പലതിലേക്കും ഇനി മാറ്റങ്ങൾ ചേക്കേറാനുണ്ട്. കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്ന സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിച്ചു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ CP പോലുള്ള അധ്യാപകരുടെ കാര്യത്തിൽ മാറ്റം വരണം. അങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഈ താഴെ കമൻ്റായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നിയ അധ്യാപകനുണ്ടെന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, ആ പൊട്ടിക്കാനുള്ള ഒരു തോന്നലില്ലേ, ആ തോന്നലിനെ നമ്മൾ ഇനി വരും കാലങ്ങളിൽ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ആ പൊട്ടിക്കലിൻ്റെ ആ വേദന അവിടെ തീരും. ശരിക്കുള്ള പൊട്ടിക്കൽ അങ്ങനെയല്ല വരേണ്ടത്. സോഷ്യലി അവരെ മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് ആ പൊട്ടിക്കൽ സാധ്യമാവുന്നത്.